ചോറ് വാങ്ങിയത് ഇടിയിറച്ചി ഉണ്ട് അതിനകത്ത് ഇടിയിറച്ചി ഉള്ള ഇറച്ചി അടിച്ചിട്ട് പായസം മാതിരി ആക്കിയിട്ട് അതിന് മസാല എല്ലാം കൂടെ കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇടിയിറച്ചി ഞാൻ വാങ്ങിച്ചത് ഇടിയിറച്ചി മറ്റേ മലയാളികളെ കിട്ടും അങ്ങനെ കൊണ്ട് പാക്കറ്റ് മലയാളിക്കാരെ ഇടിയിറച്ചി കിട്ടും. ഇടിയിറച്ചിയാന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ പണി പാളി കഴിച്ച് ബീഫ് കഴിച്ചാണ്. സാധാരണ ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എടുത്തിട്ട് ബാക്കി പരിപാടി നടത്തുന്നതാണ്. ഈ പ്രാവശ്യം വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ വെച്ചിരുന്ന് പോയി. അന്നേരം നല്ലതുപോലെ വെന്തുടഞ്ഞു. പിന്നെ ഓർത്ത് വൈഫിനും പിള്ളേർക്കൊക്കെ കൊടുക്കണം ഇടിയിറച്ചിയാക്കാമെന്ന് ഓർത്ത് അവരെ പറ്റിക്കാൻ ഇടിയിറച്ചിയാന്ന് പറഞ്ഞ് കുറച്ചെടുത്തിട്ട് നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് വരട്ടി ഈ പരുവാക്കിയെടുത്തു. പിന്നെ കൂട്ടത്തിൽ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ട, അന്നേരം ഓർത്തുന്നാൽ പിന്നെ ഇച്ചിരി മോരുകറി കൂടെ ആക്കിയേക്കാം. മോരുകറി ഞാൻ വെക്കുമ്പോൾ അധികം വെള്ളമൊന്നും ആക്കത്തില്ല, നല്ല കൊഴുക്കന് പരുവത്തിൽ തന്നെ എടുക്കും. ഇച്ചിരി ആ ഡബ്ബ കഴുകി എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കത്തുള്ളൂ, ആ തൈര് എടുക്കാൻ വേണ്ടി. പിന്നെ കൂട്ടത്തിൽ തന്നെ ഉരുളൻകിഴങ്ങും മെഴുക്കുവരട്ടി വെച്ച് മുളക് പൊടിയൊന്നും ഇട്ടില്ല, പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചൊരു മെഴുക്കുവരട്ടിയാണ്. അതേപോലെ നമ്മുടെ നല്ല നാടൻ കുത്തരിച്ചോറും ഒക്കെ വെച്ചിട്ട് ഞാനും കഴിച്ചു. ചോറ് മെഴുക്കുവരട്ടിയും നമ്മുടെ ഇടിയിറച്ചിയും പിന്നെ മോരുമൊക്കെ കൂട്ടി കഴിച്ചു. പാളിപ്പോയ കുക്കിങ്ങൊന്നും ആരും ഇടാറില്ല. ഞാനോർത്ത് ഒന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അന്നേരം ഇതാണ് നമ്മുടെ ഇടിയിറച്ചിയുടെ കഥ. അന്നേരം ശരി, എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സ്റ്റേ സേഫ്. ബൈ.